സാർ നമ്മൾ ഡെയിലി ഒ പിയിൽ ഇങ്ങനെ കേൾക്കുന്നൊരു പേരാണ് അല്ലെങ്കിൽ ടേമാണ് അലർജി. അലർജി ഒരു 10-20 വട്ടം അലർജി കേൾക്കാതെ ഒരു ദിവസത്തെ ഒ പി നമ്മുടെ തീരില്ല. അപ്പം അതും പലരും കണ്ണ് ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, തുമ്മൽ, ശ്വാസം മുട്ടൽ, തൊലിയിൽ അലർജി, അങ്ങനെ പല രീതിയിൽ പല അലർജിയായിട്ട് നമുക്ക് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ സാർ ശരിക്കും എന്താണ് ഈ അലർജി? നിബി ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മുടെ സമൂഹത്തിൽ പറയുകയാണെങ്കിൽ 3-1 അലർജി ഉണ്ടാവുമെന്നാണ് പറയുക. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസീസാണ് ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണഗതിയിൽ ഒരു നിരുപദ്രവകരമായിട്ടുള്ളൊരു സാധനം അത് നമ്മുടെ ശരീരമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ വളരെ അമിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അലർജി. ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമുക്ക് അലർജൻ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ലെവലിൽ അലർജൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മൂക്കിലൂടെ എൻ്റർ ചെയ്യുന്ന അലർജൻ, അതിന് എയറോ അലർജൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ പൊടികളൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഫുഡ് അലർജൻസ്, ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന അലർജൻസ്. ഇതിന് പൊതുവെ വയറിളക്കം അല്ലെങ്കിൽ വയറ് സ്തംഭനം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് കോണ്ടാക്ട് അലർജൻസ്. നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് കോണ്ടാക്ട് അലർജൻസ് എന്ന് പറയുന്നത്.